ഈ പ്രായത്തിലുള്ള മക്കള് കല്യാണങ്ങള്, പെരുന്നാള്, നേർച്ച, പൂരം, പന്തുകളി, ക്രിക്കറ്റ് കളി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ആഘോഷിച്ച് നടക്കുമ്പോൾ ഈ മക്കള്, പൊന്നു മക്കൾക്ക് ഒരു ആഘോഷമില്ല. ജീവിക്കാൻ നേരാവണ്ണം ഭക്ഷണത്തിന് പോലും വകയില്ലാതെ, സ്കൂൾക്ക് പോകാൻ ബസ്സിന് പോലും ക്യാഷ് ഇല്ലാതെ അലയുകയാണ്. പരിചയപ്പെട്ടപ്പോഴാണ് നിങ്ങളും ഇവനെ ഒന്ന് അറിയണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഷിഹാല് +1 പഠിക്കുകയാണ്. സുഖമില്ലാത്ത ഈ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന്, ഇവന്റെ പഠനത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ ഏർപ്പാട്, ഉമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന അച്ചാറ് റോഡരികിൽ നടന്ന് വിറ്റിട്ട് ആ കിട്ടുന്ന പണം കൊണ്ട് ഉമ്മയുടെ ട്രീറ്റ്മെന്റ്, ഇവന്റെ പഠനം കൂടി എല്ലാം കൂടി കൊണ്ടുപോകണം ഈ ഒരു വ്യക്തിയാണ് ഷിഹാലാണ്. ഞാൻ ഷിഹാലിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം, എന്താണ് ഉമ്മാന്റെ പ്രശ്നം? ഉമ്മാന്റത് എങ്ങനെ വെച്ചാല് നമുക്ക് തലയില്, വയറ്റില്, കാലിന്റെ ഉള്ളില് മുഴയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല. അപ്പൊ അതിനിപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ പോലും പുറത്തേക്കാണ് മരുന്നും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെതായിട്ടുള്ള ചെലവും പിന്നെ പോണ്ട ചെലവൊക്കെ മാസം അത്യാവശ്യം ചെലവ് വരുന്നുണ്ട്. ഇതിന്ന് കിട്ടിയിട്ട് വേണം ഉമ്മാന്റെ ചെലവ് പോവാൻ അല്ലെ? എത്ര വരും ഏകദേശം മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ? നമുക്കൊരു മാസം ഒരു 4000 നമ്മള് പോയി വന്ന് മരുന്നും കാര്യങ്ങളും പിന്നെ ചെക്കപ്പും എന്തെങ്കിലുമൊക്കെ ഉണ്ട് 4000 5000 എങ്ങനെയാലും വരും. വീട്ടിൽ പിന്നെ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ, അനിയത്തി, അനിയന്, ഞാനും ഉണ്ട്. അനിയന് എത്ര വയസ്സായി? അനിയന് ഇപ്പോ ഒരു 10-11 വയസ്സായി. അപ്പൊ പഠിക്കാണ്. അപ്പൊ അനിയന്റെ പഠനം കൂടി ശ്രദ്ധിക്കണം അല്ലെ? ഇവന് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ നടന്നിട്ട് അച്ചാർ വെക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം ഇവൻ ഇങ്ങനെ കാണുന്നു. പഠനത്തിന്റെ കൂടെ ഒരു കുടുംബം പോറ്റാണ് ഈ കുട്ടി. കുടുംബം പോറ്റുക എന്ന് പറഞ്ഞാൽ സാധാരണ കുടുംബമല്ല. ഇവന്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഒരുപാട് കടങ്ങളുണ്ട് ഈ കുട്ടിക്ക്. ഇന്ന് രാവിലെ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് എന്താണെന്നറിയോ? സവാബേ, ഇവൻ പറഞ്ഞ എന്നോട് മൊബൈലിൽ പൈസ ഇല്ല, ഒന്നും ഇങ്ങോട്ട് വിളിക്കുമെന്ന് ചോദിച്ചിട്ടായിരിക്കും. ഭയങ്കര വിഷമമായി കേട്ടപ്പോ. അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, നിങ്ങൾക്ക് ഇത് മേടിക്കാൻ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവൻ കൊണ്ടുവന്ന് തരും. അവിടെ സൈക്കിൾ മുതൽ കാൽനടൊക്കെ ആയിട്ട് നടക്കും. അപ്പൊ കാലത്തൊരു ഭാഗത്ത് എപ്പോഴും കാണാറുണ്ട് ഇവനെ. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു അച്ചാർ, നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ കടയിൽ പോയി വാങ്ങണ്ട. ഈ കാണുന്ന നമ്പറിൽ, ഇത് അടിയിൽ നമ്പർ ഉണ്ടാവും, ഈ നമ്പറിൽ ബന്ധപ്പെട്ട ഈ കുട്ടി സാധനങ്ങളെ വീട്ടിലവിടെ കൊണ്ടുവരും. അച്ചാർ മോശമാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കും, പൈസ നിങ്ങൾക്ക് തിരിച്ചെടുക്കും ചെയ്യും. അതല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും 10, 50, 100 എത്ര നിങ്ങളെ കയ്യിലുള്ള വെച്ചാൽ ഈ ഗൂഗിൾ പേ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുടുംബത്തിന് വലിയൊരു ആശ്വാസമാണ്. കാര്യം ഇപ്പൊ വലിയൊരു എമൗണ്ട് കടത്തിലാണ്. ഏകദേശം 4 ലക്ഷത്തോളം കടണ്ടല്ലേ? നമ്മൾ ഇതേമാതിരി റോഡ് അരികിൽ പോയിട്ട് ആൾക്കാരെ കണ്ട് നമ്മൾ കാര്യം പറയും, ഇങ്ങനെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ്, അപ്പൊ അതൊന്ന് മേടി സഹകരിക്കുമ്പോ ജീവിതമാർഗ്ഗമാണെന്നത് പറഞ്ഞിട്ട് അതുകൊണ്ട് മേടിപ്പിക്കും. അവര് ഒരു കൂട്ടി കഴിഞ്ഞാല് പിന്നെ നമ്മളെ അന്വേഷിച്ച് നമുക്ക് വിളിച്ച് നമ്മൾ വീട്ടിൽ വന്ന് മേടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കാത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഓർഡർ തരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ദുബായി പോകുന്ന ആൾക്കാർക്ക് നമുക്ക് ഓർഡർ തരുന്നുണ്ട്. ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഒരു പുതിയ വീട് അവര് വെച്ച് തന്നിട്ടുണ്ട്. അന്ന് ക്വാർട്ടേഴ്സിൽ നിൽക്കുകയായിരുന്നു. അന്ന് ബുള്ളറ്റ് മാനു എന്ന് പറയുന്ന ഒരാൾ, നിങ്ങൾക്കൊക്കെ അറിയാൻ യൂട്യൂബറാണ്. അയാൾ വന്നിട്ട് ഒരു 8-8ഓളം വീഡിയോ ചെയ്തില്ലേ? 8ഓളം വീഡിയോ ചെയ്തെടുത്ത് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഒരു പൈസ അയാൾ വാങ്ങിയിട്ടില്ല. കിട്ടിയ പൈസ മുഴുവൻ ഡയറക്റ്റ് ഇവരെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അയച്ചിട്ട് ഈ കുടുംബത്തിന് ഒരു വീടാക്കി കൊടുത്തു. ഇവന്റെ ബാപ്പല്ല, ബാപ്പട്ടെറിഞ്ഞ് പോയതാണ് അല്ലേ? വാപ്പട്ടെറിഞ്ഞ് പോയിക്കാണ്. ഈ ഒരു കുട്ടിയാണ് കുടുംബം പോറ്റുന്നത്. ഈ പ്രായത്തിലൊക്കെ നമ്മളിവിടെ പാടത്തും പറമ്പിലൊക്കെ ക്രിക്കറ്റ് കളിച്ച് നടക്കേണ്ട സമയമാണ്. ഈ കുട്ടി ചെയ്യുന്നത് കണ്ട മാതൃകയാണ്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു കുടുംബത്തിന്റെ കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഒരു ഉമ്മാന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ്, ഇവന്റെ പഠനത്തിന്റെ കാര്യമാണ്. എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഷിഹാലിന്റെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കുക.